പാറ്റകളുടെ വിദേശ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്ത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. CJP രാജ്യവിരുദ്ധ കലാപത്തെ പിന്തുണച്ച് ലണ്ടനിലും പ്രകടനം നടന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലണ്ടനിലെ പ്രകടനത്തിൽ പങ്കെടുത്ത് ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആക്ടിവിസ്റ്റ് ഗ്രെറ്റ തുൻബെർഗും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഇവിടെ നടന്ന ഈ പാറ്റകളുടെ കലാപം ഇവിടെ ആസൂത്രണം ചെയ്ത് ഇവിടെ നടപ്പിലാക്കിയതല്ല, അതിന് ആഗോളതലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് തെളിയുമ്പോഴാണ് ഈ അക്രമിക്കൂട്ടം ഈ FIR-കൾ ഫയൽ ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തു തുടങ്ങിയ സന്ദർഭത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണ് FIR-കൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, ശക്തമായ പ്രതികരണം നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇനി ഈ അക്രമിക്കൂട്ടം ഡൽഹിയിലേക്ക് വന്നാൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് രാഷ്ട്രസ്നേഹികളുടെ നിലപാട്. കേരളം ഒഴിഞ്ഞുമാറി നിൽക്കരുത്. സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങേണ്ട, ഈ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട, സോഷ്യൽ മീഡിയയിൽ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. വാർത്തയിലേക്ക്. ഭാരതവിരുദ്ധ ടൂൾ കിറ്റിന്റെ അണിയറക്കാർ ഒന്നൊന്നായി പുറത്തുവരികയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തിക്കാട്ടി സമരരംഗത്തിറങ്ങുന്ന സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബെർഗ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ ഭാഗമാകുന്നത് വിദേശ ഫണ്ടിങ്ങിന്റെയും ടൂൾ കിറ്റിന്റെയും തെളിവാണ്. നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടിയാണ് പ്രതിഷേധമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രേറ്റ തുൻബെർഗ് ലണ്ടനിലെ CJP അനുകൂല പ്രതിഷേധത്തിൽ അണിചേർന്നത്. ചില വിദേശ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പാറ്റാ സമരത്തോട് കാട്ടിയ അമിത താൽപര്യത്തിൽ നിന്ന് തന്നെ അവർ ലക്ഷ്യമിട്ടത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക മാതൃകയിൽ ഭാരതത്തെ ലക്ഷ്യമിട്ട് നടന്നത് ആഗോള ഗൂഢാലോചനയാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ രഹസ്യ വിദേശ സന്ദർശനവും സംശയനിഴലിലാകുന്നത്. രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ടൂൾ കിറ്റിലും വിദേശ സാമ്പത്തിക സഹായത്തിലുമൊക്കെ CJP മൗനം പാലിക്കുകയാണ്. ജനം, ഡൽഹി.